ഇനിയെങ്കിലും നീ അവനെ അവിടെ അടുപ്പിക്കും. നമസ്കാരം സാർ. നമസ്കാരം. കാറിന്റെ ഹോൺ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വാസുക്കുട്ടൻ പിള്ളയാണ്. എന്താ പതിവില്ലാതെ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ബില്ലിന്റെ കാര്യം. ഓ ഐ സി. അതേപ്പറ്റി വിശദമായി സംസാരിക്കണമെങ്കിൽ അല്പം സമയം വേണം. എനിക്ക് തിടുക്കമൊന്നുമില്ല. എന്നാ നാണപ്പം താഴെ ചെന്നിരിക്കും. ഞങ്ങൾക്ക് അല്പം സർക്കാർ കാര്യം സംസാരിക്കാനുണ്ട്. എന്നാ ഞാൻ പോയി എന്റെ അക്കൽഡാമിന്ന് കണ്ടേച്ചും വരാം. വരണമെന്നില്ല, ഭവാനിയമ്മയെ ഞാൻ കൊണ്ട് വിട്ടോളാം. ഞാൻ പോയിക്കോട്ടെ കൊച്ചമ്മേ? നീ ഭാര്യയുടെ അടുത്തേക്ക് പോയല്ലേ, ഞാൻ പോയിക്കോളാം. വരൂ, അകത്തിന് സംസാരിക്കാം. വരൂ, ഇരിക്കും. സാറേ, ഈ ബില്ല് മാറി കിട്ടാത്തത് കൊണ്ട് സുനന്ദയുടെ അച്ഛൻ വല്ലാതെ വിഷമിക്കുകയാണ്. ബില്ല് പാസ്സാകാത്തതിന് എന്റെ അറിവിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണെന്നാണ് അറിയേണ്ടത്. അതിപ്പോ ഞാനെങ്ങനെയാ പറയുന്നത്? പറയാതെ എങ്ങനെ അറിയുന്നത്? മനസ്സിലാക്കുമെന്ന് കരുതി. അദ്ദേഹത്തിന് പുതിയ ഏർപ്പാടുകളൊന്നും അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ എഞ്ചിനീയർമാർ ബില്ല് പാസ്സാക്കി വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. കൊണ്ടേ കൊടുക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? പണം വേണോ? എങ്കിലിത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഭാര്യമ്മേ, നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്കെന്തിനാ പണം? സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ് തകരാറ്. വളച്ചു കെട്ടാതെ എന്താ കാര്യമെന്ന് പറയൂ. ബില്ല് പാസ്സാകാത്തതിന് കാരണം ഞാൻ ശുപാർശ ചെയ്യാത്തതുകൊണ്ടാണ്. അതെ. ഞാൻ ശുപാർശ ചെയ്യണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടണം. ഞാൻ ഇത്ര വിചാരിച്ചില്ല. എന്റെ ഭർത്താവിന് കുറെ കടമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മാനമാണ് എനിക്ക് വലുത്. നിങ്ങൾ പരിചയിച്ചിട്ടുള്ള വഴി ഇതായിരിക്കും. പക്ഷേ ദാസ്, വാസുക്കുട്ടൻപിള്ളയുടെ ഭാര്യയെ ഇവരെ കിട്ടുകയില്ല. നിൽക്കൂ. വാസുക്കുട്ടൻപിള്ള ഇന്ന് കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിയാമല്ലോ. സർവ്വ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നാളെ തൂക്കുമരത്തിൽ വാസുക്കുട്ടൻപിള്ളയുടെ ജീവൻ പിടഞ്ഞ് അവസാനിക്കുമ്പോ ഞാൻ നിങ്ങളെ വന്ന് കണ്ടുകൊള്ളാം. പൊക്കോളൂ. ഞങ്ങളെ ചതിക്കരുത്. എന്റെ ഭർത്താവ് നിരപരാധിയാണ്. അല്ല, അയാളാണ് പൊന്നമ്മയെ കൊണ്ട് ഗ്രാനേഡ് എറിയിച്ചത്, രണ്ടുപേരെ കൊല്ലിച്ചത്. ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ മാനമല്ലേ നിങ്ങൾക്ക് വലുത്? നാളെ ആ മാനം എന്താകുമെന്ന് നമ്മൾക്ക് കാണാം. നിങ്ങൾ പോകുന്നില്ലേ? എനിക്ക് അല്പം ജോലിയുണ്ട്. ഇല്ല, ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. ഒന്നും പേടിക്കാനില്ലെന്നേ. സാർ, ഞാനൊരു ഭാര്യയാണ്. എന്റെ അഭിമാനം. അത് ന്യായം. നോക്കൂ, ഇത് ഞാനും നീയുമല്ലാതെ ദൈവം പോലും അറിയാൻ പോകുന്നില്ല. ഞങ്ങളങ്ങോട്ട് പോവുക. 2 ദിവസം കഴിഞ്ഞ് വരാം. പാടി. ഞാൻ പോട്ടെ. അച്ഛാ, ഞാൻ പാൽ. നോ, പാലിനേക്കാൾ വിസ്കിയാണ് എനിക്ക് പ്രിയ. അതവിടെ വെച്ചേക്ക്. ഇവിടെ ഇരിക്കേ. നിനക്ക് എന്തിനാടി ഈ സാരി? വാടി ഇവിടെ. ഇവിടെ വാടി. എന്താടി, വിസ്കിയുടെ മണം നിനക്ക് പിടിച്ചില്ലേ? നിന്റെ ആ കോളേജ് കാണുവാനില്ലേ, ആ പിച്ചക്കാരൻ ചെറുക്കൻ, അവൻ കുടിക്കില്ലായിരുന്നു?
നിന്റെ നേതാവ് ഗോപാലൻ പട്ടച്ചാരയമല്ലടി മുങ്ങുന്നത്. പറയടി. എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ആ, അന്ന് നീ കാറിൽ വെച്ച് എന്റെ ഏത് കവിളിലാ അടിച്ചത്? ഓർമ്മയില്ലേ? ഈ കവിളി. ഇവിടെ ഒരു ഉമ്മയ്ക്ക് ഇവൻ ആരടാ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ്? യെസ്, എഞ്ചിനീയർ ദാസ് ഹിയർ. ഓഹോ ഓഹോ, ആ ശരി. കിടക്ക് കിടക്ക്. ആ, നീ എഴുന്നേറ്റോ? ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ചത് ആരാണെന്നറിയാം? നിന്റെ ചിറ്റമ്മ. രാത്രി നിന്റെ അച്ഛൻ ചത്തുപോയെന്ന്. കളന്നു കിടന്ന് മനുഷ്യ മെനക്കെടുത്താതെ നേരത്തെ ചത്തത് ഭാഗ്യം. ആ, നീ വേണമെങ്കിൽ പോയിക്കോ. എനിക്കല്പം ജോലിയുണ്ട്. ഞാൻ വരുന്നില്ല. അയ്യോ, നാണപ്പനോ, നീ എന്താ ഇങ്ങ് പോന്നത്? പൊന്നമ്മ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോന്നു. ആ പൊന്നമ്മ അവളിവിടെ ഇല്ല. ഇല്ലേ? നീ വരത്തില്ല എന്ന് വിചാരിച്ച അവളെ അമ്മ വന്ന് അവളെ വിളിച്ചോണ്ട് പോയി. അമ്മ? അമ്മയല്ല, അച്ഛൻ. ഏതച്ഛൻ? അച്ഛനല്ല, അമ്മാച്ചൻ. ഞാനറിയാത്ത ഏത് അമ്മാച്ചൻ? അമ്പലകുന്നത്ത് അവക്കൊരു അമ്മാച്ചനുണ്ട്. അവളെവിടെ? ഞാൻ പറയാം. കൺട്രാക്ടറിനെ ചത്തതുകൊണ്ട് നീ വരത്തില്ല എന്ന് വിചാരിച്ചു. എഞ്ചിനീയർ അതെ അവളെ വിളിപ്പിച്ചു. പോയോ? ഞാനാ അവളെ അവിടെ കൊണ്ടാക്കിയത്. ചേട്ടാ, കല്യാണം കഴിഞ്ഞാലും സാറിന് വിടില്ലല്ലോ. പാമ്പും പഴയതാണ് നല്ലത്. സുനന്ദയെ കല്യാണം കഴിച്ചത് ഒരു വാശി തീർക്കാനാ. അത് കഴിഞ്ഞു. കിളവൻ കാലിയായല്ലോ. ഇനിയിപ്പൊ സാറിന് ഭാര്യയോട് അവിടെ താമസിക്കാമല്ലോ. ഭാര്യ ഏത് ഭാര്യ വന്നാലും നിന്നെ ഞാൻ വിടില്ലടി. കടിച്ചു നിൽക്കുന്നു. 2 ദിവസമായിട്ട് നിന്നെ കാണാതെ ഞാൻ കിറുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. നാണപ്പച്ചെണ്ണങ്ങാനും അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. പിന്നെ ആ പുളുന്താനൊന്നും ഇവിടെ എങ്ങും വരാൻ പോകുന്നില്ലടി. മുതലാളി മരിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കും. എന്നെ വെളുപ്പിനെ ഉടനെ. പിന്നെന്താ, നീയേ ആ ബ്ലൗസം കഴിക്കേ. സാറേ, സാറേ, ആരാത്? ഞാനാ കംസൻ കുട്ടൻപിള്ള. സാറിന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കമ്പി വന്നിട്ടുണ്ട്. കമ്പിയോ? നീ പോയാ കഥ തുറക്ക്. നാളപ്പനോ? അല്ല, ആണപ്പൻ. നിന്നെ തല്ലിയ എന്റെ കൈ നാറും, അതുകൊണ്ട് തല്ലുന്നില്ല. എഞ്ചിനീയർ സാറ്, എത്ര കാലമായി ഈ അക്രമ